ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടും വരും, അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിന് ആൻസർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കണം, അവൾ എവിടെ? അവൾ എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വേർ ഈസ് ഷീ, വേർ ഈസ് ഷീ, അവൾ എവിടെ? അവൾ അകത്തുണ്ട്, അവൾ അകത്തുണ്ട്. ഷീ ഈസ് ഇൻസൈഡ്, ഷീ ഈസ് ഇൻസൈഡ്. ഇനി ചോദിക്കുന്നത് അവൾ അവിടെ എന്ത് ചെയ്യുകയാണ്? അവൾ അവിടെ എന്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവൾ അവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. വേർ ഈസ് ഷീ ഡൂയിങ് ദർ, വേർ ഈസ് ഷീ ഡൂയിങ് ദർ, അവൾ അവിടെ എന്ത് ചെയ്യുകയാണ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അവൾ ഭക്ഷണം പാകം ചെയ്യുകയാണ്, അവൾ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഷീ ഈസ് കുക്കിംഗ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഷീ ഈസ് കുക്കിംഗ്. അല്ലെങ്കിൽ അവൾ പഠിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഷീ ഈസ് സ്റ്റഡിയിങ്, ഷീ ഈസ് സ്റ്റഡിയിങ്, അവൾ പഠിക്കുകയാണ്. അല്ലെങ്കിൽ അവൾ റൂം വൃത്തിയാക്കുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഷീ ഈസ് ക്ലീനിങ് ദ റൂം എന്നൊക്കെ പറയാം. അവളെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ, അവളെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ. കോൾ ഹെർ ഹിയർ പ്ലീസ് അല്ലേ, ദയവായി എന്ന് നമുക്കൊന്ന് താഴ്മയോടെ പറയാൻ വേണ്ടിയിട്ട് കോൾ ഹർ പ്ലീസ് എന്ന് പറയാം. അവളെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ. അവൾ ഇപ്പോൾ വരില്ല എന്ന് പറയുകയാണെങ്കിൽ അവൾ ഇപ്പോൾ വരില്ല. ഷി വോണ്ട് കം നൗ, ഷി വോണ്ട് കം നൗ, അവൾ ഇപ്പോൾ വരില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, എനിക്ക് അങ്ങോട്ട് വരാമോ അല്ലെ, എനിക്ക് അങ്ങോട്ട് വരാമോ, ഒരു സമ്മതം ചോദിക്കുകയാണ്. സോ can I come there, can I come there, എനിക്ക് അങ്ങോട്ട് വരാമോ? നീ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട എന്ന് പറയുകയാണെങ്കിലോ, അവിടേക്ക് പോകുന്ന അത്ര ഒരു സേഫ് അല്ല എന്നുള്ള ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ നീ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട, അല്ലെങ്കിൽ നീ ഇപ്പോൾ അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. യു ഡോണ്ട് ഹാവ് ടു ഗോ ദർ നൗ, യു ഡോണ്ട് ഹാവ് ടു ഗോ ദർ നൗ, നീ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട അല്ലെങ്കിൽ പോകരുത്. അതെന്താ ഞാൻ അങ്ങോട്ട് പോയാല് എന്ന് ചോദിക്കുകയാണെങ്കിലോ, അതെന്താ ഞാൻ അങ്ങോട്ട് പോയാല്? വാട്ട് ഈഫ് ഐ ഗോ ദർ, വാട്ട് ഈഫ് ഐ ഗോ ദർ, ഞാനെന്താ അങ്ങോട്ട് പോയാല് ഒക്കെ ചോദിക്കാറുണ്ടല്ലോ. എനിക്ക് അവളെ കാണണം, അല്ലെങ്കിൽ എനിക്ക് അവളെ കാണാൻ ആഗ്രഹമുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഐ വാണ്ട് ടു സീ ഹർ അല്ലേ, എനിക്ക് അവളെ കാണണമെന്നുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഐ വാണ്ട് ടു സീ ഹർ, എനിക്ക് അവളെ കാണണം. അവൾ ബിസിയാണ്, അല്ലെങ്കിൽ അവൾ തിരക്കിലാണ്. ഷീ ഈസ് ബിസി അല്ലേ, ഷീ ഈസ് ബിസി. നിനക്ക് പിന്നീട് അവളെ കാണാം, നിനക്ക് പിന്നീട് അവളെ കാണാം. യു വിൽ സീ ഹർ നൗ, യു വിൽ സീ ഹർ നൗ, നിനക്ക് പിന്നീട് അവളെ കാണാം. അപ്പോൾ പറയാണ്, ഞാൻ ഇപ്പോൾ പോകും, ഞാൻ ഇപ്പോൾ പോകും. ഐ വിൽ ലീവ് നൗ, ഐ വിൽ ലീവ് നൗ, ഞാൻ ഇപ്പോൾ പോകും. ഞാനത് ചെയ്യാം അല്ലേ, ഞാനത് ചെയ്യാം. ഐ വിൽ ഡു ദാറ്റ്, ഐ വിൽ ഡു ദാറ്റ്, ഞാനത് ചെയ്യാം. നീ അത് ചെയ്യുമോ? വിൽ യു ഡു ദാറ്റ്, വിൽ യു ഡു ദാറ്റ്, നീ അത് ചെയ്യുമോ? ഞാൻ പറയാം, ഐ വിൽ സേ, ഐ വിൽ സേ, ഞാൻ പറയാം. ഞാൻ വരാം, ഐ വിൽ കം അല്ലേ. എന്തിനായാലും നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യമാണെങ്കിൽ, ഫ്യൂച്ചറിലൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനാണെങ്കിൽ ഐ യൂസ് ചെയ്തിട്ട് വില്ല് യൂസ് ചെയ്തിട്ട് വെർബിന് V1 ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ കഴിക്കാം, ഐ വിൽ ഈറ്റ്. ഞാൻ എഴുതാം, ഐ വിൽ റൈറ്റ്. ഞാൻ കുടിക്കാം, ഐ വിൽ ഡ്രിങ്ക്. ഇങ്ങനെ നമുക്ക് പല സെന്റൻസുകൾ പറയാനായിട്ട് പറ്റൂട്ടോ. അപ്പൊ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ മുമ്പത്തെ വീഡിയോസുകളെല്ലാം കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള കുഞ്ഞു സെന്റൻസുകൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു സബ്ജക്റ്റ് വേണം, അതിനുശേഷം നമുക്കൊരു വെർബ് വേണം, അതിനുശേഷം നമുക്കൊരു ഒബ്ജക്റ്റ് വേണം. ഇനി സബ്ജക്റ്റും വെർബും മാത്രം പറഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു സെന്റൻസ് പറയാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പോകാറുണ്ട്, ഐ ഗോ. അവൾ വിളിക്കാറുണ്ട്, ഷി കോൾസ്, ഷി കോൾസ് ആണ് കേട്ടോ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഇപ്പം ഐയുടെ കൂടെ ഒരു വെർബിന്റെ V1 ഫോം മാത്രം ആഡ് ചെയ്തു. എന്നാൽ നമ്മളൊരു സിംഗുലർ സബ്ജക്റ്റ് ആയ ഷീയുടെ കൂടെ ആ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ അവൾ പോവുകയാണെന്ന് പറയുന്ന സമയത്ത് അവൾ പോവുകയാണ്, ഷി ഈസ് ഗോയിങ് ആണ് വന്നിട്ടുള്ളത്. അവിടുത്തെ വെർബിന്റെ കൂടെ ഒരു ING ഫോം നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷിലൊരു കൺഫ്യൂഷൻ വരുന്നത്. കാരണം നമ്മൾ എവിടെയോ
പോകുന്നു എന്ന് പറയുമ്പം അവിടെ ഒരു ഗോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവുകയാണ് എന്നിപ്പം ഓൺ ദ സ്പോട്ടിൽ പറയുന്ന സമയത്ത് ആ സമയത്ത് നമ്മുടെ ഒരു ഓക്സിലറി യൂസ് ചെയ്യുന്നു, അതിനുശേഷം ഈ വെർബിന് ഒരു ing ഫോം യൂസ് ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ കൺഫ്യൂഷൻ ആയിട്ട് വരും. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് നടക്കില്ല എന്ന് തോന്നും. പക്ഷേ ഇതൊന്ന് ഇതിനോട് യോജിച്ച് ഇതിനോട് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വരികയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് സിമ്പിളായിട്ട് പഠിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റോട് കൂടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലുള്ള ക്ലാസ്സുകൾ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. പിന്നെ ഡെയിലി നമ്മുടെ വീഡിയോസിന്റെ അവസാനം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാം. അപ്പൊ ഇനി എന്ത് ബേസിക് ആയിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ ആ ബെല്ലിന്റെ ആ ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് തരാം. അവൾ എന്നോട് ഒന്നും ചോദിക്കാറില്ല. അവൾ എന്നോട് ഒന്നും ചോദിക്കാറില്ല. എങ്ങനെ പറയും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.